മദ്രസയിൽ 10ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പൊന്നാനിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്ത അന്ന് യാദൃച്ഛികമായി പൊന്നാനിയിലെത്താൻ കഴിഞ്ഞു. നമ്മുടെ താരീഖിൽ ഇസ്ലാം കേരളത്തിൽ എന്ന വിഷയത്തിൽ ചരിത്രം പറയുമ്പോൾ പൊന്നാനിയിലെ മഖ്ദൂമാരുടെയും അതുപോലെ തന്നെ കോഴിക്കോട് ഖാദിമാരുടെയും പ്രബോധന രീതിയിലെ പ്രവർത്തനങ്ങളും അവരുടെ ധീരമായ ഇടപെടലുകളും അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസം തന്നെ അത് പറഞ്ഞ് വിശദീകരിച്ച് കൊടുത്തുന്ന ദിവസം യാദൃച്ഛികമായി പൊന്നാനിയിൽ എത്താൻ കഴിഞ്ഞ്. പൊന്നാനിയിൽ പലതവണ സിയാറത്തിന് വന്നിട്ടുണ്ട്. ഇത് സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ആ ക്ലാസ് എടുത്ത് കൊടുത്ത ദിവസം എത്താൻ കഴിഞ്ഞെന്നതാണ്. ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ മജീദ് ഫാദൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പൊന്നാനിക്കാരനാണ്. ഏകദേശം നമ്മുടെ വലിയ പള്ളിയുടെ അടുത്താണ് താമസം. തറവാട് വീട് അവിടെ ഉള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ സിയാറത്തൊക്കെ ചെയ്ത് ശേഷം പള്ളിയുടെ നേരെ പുറത്ത് തന്നെ നമുക്ക് പൊന്നാനി വിഭവങ്ങൾ അടങ്ങിയ ഒരു ഹോട്ടലുണ്ട്. നല്ല കുറഞ്ഞ ക്യാഷിന് ഒരുപാട് പൊന്നാനി വിഭവങ്ങൾ നമുക്ക് കഴിക്കാൻ കഴിയും. ഇവിടെ നല്ല പൊന്നാനിയിലെ വിഭവങ്ങൾ കഴിച്ചിട്ടോ നേരെ പള്ളിയുടെ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ നമുക്ക് ഇവിടെ എത്താം. പൊന്നാനി പോയാൽ എന്തായാലും നമ്മൾ കടൽ തീരത്ത് പോവും. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത പിന്നെയും കാണാൻ കൊതിക്കുന്ന ഒന്നാണല്ലോ കടൽ. അപ്പോൾ കടലൊന്ന് കണ്ട് അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ നമ്മളെ ഈ പുതിയ റോട്ടിൽ ഈ ആ സൈഡുകളിലെ ഒരു പെയിൻറ്റിങ് നമ്മുടെ കണ്ണിന്, പ്രത്യേകിച്ച് ഡ്രൈവർമാരുടെ കണ്ണിന് വളരെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് തോന്നിപ്പോയി. ഏതായാലും നല്ലൊരു യാത്രയായിരുന്നു.